ആത്മബന്ധു, ഇന്നൊരു നല്ല പ്രഭാതമായിരിക്കട്ടെ. ഈ ദിവസം നമുക്ക് നമ്മളുടെ ജീവിതത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒന്നാലോചിച്ചാലോ? എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം? ഞാനിങ്ങനെ എത്ര നാൾ എന്നൊക്കെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ എത്രമാത്രം വലിയൊരു ആവശ്യകതയാണെന്നോ? ഈ പ്രകൃതിക്ക് നമ്മളെക്കൊണ്ട് എത്രമാത്രം ആവശ്യമുണ്ട്? ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ജീവതാളങ്ങളുടെ ശ്രുതിലയങ്ങൾ ചെന്ന് ചേരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ നിലനിർത്തുന്നത്. അതല്ല എങ്കിൽ ഒരു നിമിഷം നമുക്കും കൊഴിഞ്ഞു പോകാമല്ലോ. കൊഴിഞ്ഞു പോയിട്ടില്ല എങ്കിൽ, ഈ പ്രഭാതത്തിൽ നമ്മൾ കണ്ണു തുറന്നുവെങ്കിൽ, ഈ പ്രഭാതത്തിൻ്റെ ശബ്ദങ്ങൾ നമ്മൾ കേട്ടുവെങ്കിൽ, തീർച്ചയായും നമ്മളെക്കൊണ്ട് ഈ പ്രപഞ്ചത്തിന് ഒരാവശ്യമുണ്ട്. ഉണർന്നെഴുന്നേറ്റ് നമ്മൾ പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുവാൻ വൃക്ഷങ്ങൾ കാത്തു നിൽക്കുകയാണ്. അവർക്കത് കൊടുക്കാൻ നമ്മൾ വേണ്ടേ? കൈകളില്ലാതെ, ചലിക്കാൻ പറ്റാതെ, എന്നാൽ സർവർക്കും തണലേകി നിൽക്കുന്ന ആ വൃക്ഷങ്ങൾക്ക്, ചെടികൾക്ക് വെള്ളമൊഴിക്കാൻ ഒരാൾ വേണ്ടേ? അത് നമ്മൾ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയല്ലേ? നമ്മളുടെ മനസ്സിൽ നല്ല ചിന്തകൾ വരുമ്പോൾ, ആ ഊർജം നമ്മുടെ കോശങ്ങളിലേക്ക് എത്തുമ്പോൾ, നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു പ്രത്യേകമായ ചൈതന്യം പുറത്തേക്ക് വരുമത്രേ. ആ പുറത്തേക്ക് വരുന്ന ചൈതന്യം ചുറ്റുമുള്ളവരുടെ ആധിവ്യാധികൾ ഇല്ലാതെയാക്കാൻ വരെ കെൽപ്പുള്ളതാണത്രേ. വെറുതെ പറയല്ല, ഇത് നമ്മുടെ ഉപനിഷത്തുകൾ പറയുന്നുണ്ട്. ഇതുകൂടാതെ ഇന്ന് ശാസ്ത്രലോകവും ഇതേറെക്കുറെ സമ്മതിക്കുന്നുണ്ട്. ഒരാൾ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ചിന്തകളോടുകൂടി ജീവിക്കുകയാണ് എങ്കിൽ മെല്ലെ മെല്ലെ അയാളുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യർക്കും അതുപോലെ തന്നെ പക്ഷി മൃഗാദികൾക്കും വരെ ആ ഊർജത്തെ സ്വീകരിക്കാനാകും. അവരും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചു തുടങ്ങും. നമ്മളുടെ പല ഗുരുക്കന്മാരെയും കണ്ടിട്ടില്ലേ? അവർക്കരികിലേക്ക്, പൂവിലെ തേനിനരികിലേക്ക് വണ്ട് എന്ന പോലെ ശിഷ്യഗണങ്ങൾ വന്നണയുന്നത്, അവർ പറയുന്ന ഓരോ വാക്കുകളും കേട്ട് കേട്ട് ഉള്ളുണർത്തുന്നത്, ഇത് ആ ഊർജത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ അവരിൽ മാത്രമാണോ അതുള്ളത്? അല്ല, ഈ പ്രപഞ്ചത്തിലെ സർവ്വത്തിലും ഈ ചൈതന്യത്തെ നിറച്ചിട്ടുണ്ട്. ഒരു റോസാപ്പൂവ് ആ മുള്ളുകൾക്കിടയിൽ വിടർന്നു നിൽക്കണ്ട എന്ന് വിചാരിച്ചാലോ? എനിക്ക് ചുറ്റും മുള്ളാണ് മുള്ളാണ് എന്ന് മാത്രം എപ്പോഴും വിചാരിച്ചു കൊണ്ടിരുന്നാലോ? പൂവിന് വിരിയാൻ സാധിക്കുമോ? ആ മുള്ളുകൾക്കിടയിൽ പോലും, ആ മുള്ളുകളുണ്ട് എന്ന യാഥാർത്ഥ്യത്തിൽ പോലും പൂവ് മനോഹരമായി വിരിയുന്നു. അതിദിവ്യമായൊരു സുഗന്ധം നമ്മിലേക്ക് പകർന്നു തരുന്നു. വിരിഞ്ഞു നിൽക്കുന്ന ആ പൂവ് കാണുന്ന മാത്രയിൽ തന്നെ നമ്മൾ ആ മുള്ളിനെ മറന്നുപോകുന്നു, അല്ലേ? അതുപോലെയാണ് ജീവിതവും. പല മുള്ളുകളും ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. ജീവിതത്തിൽ പലപ്പോഴും വേദനകൾ ഉണ്ടാകും, അതും സ്വാഭാവികമാണ്. നമ്മൾ ചിലപ്പോൾ വല്ലാതെ തോറ്റുപോയിട്ടുണ്ടാകും, അതുമൊരു സ്വാഭാവികതയാണല്ലോ. ആ മുള്ളുകൾക്കിടയിൽ വിരിയണ്ടേ നമുക്ക്? നമ്മിലൊരു പൂവ് വിടരാൻ കാത്തു നിൽക്കുന്നില്ലേ? നമ്മളുടെ ഹൃദയപുഷ്പം, അതൊന്ന് വിടർന്നാൽ എന്തൊരു നറുമണമാണെന്നോ, എത്രമാത്രം മനോഹരമാണെന്നോ ആ പുഷ്പം. അതിനാൽ മറ്റെല്ലാ ചിന്തകളെയും വിട്ടുകളയുക, മറ്റെല്ലാ വേദനകളെയും മറന്നു കളയുക. വേദനകൾ നമുക്കുള്ള പരിശീലനമാണല്ലോ. ഉണരുക, പൂവാകുക, പനിനീർ പോലെ ആ സൗരഭ്യത്തെ പലരിലേക്ക് പകർന്നു കൊടുക്കുക. സാധിക്കുമത് നമുക്ക്. ഈ മുള്ളുകളെയെല്ലാം മറന്നു കളഞ്ഞ് ആ പുഷ്പത്തെ മാത്രം സ്മരിക്കുക. കാരണം ഈ ജീവിതം മഹത്തരമായൊരവസരമാണ്. ആ അവസരത്തെ നമുക്കൊരിക്കലും പാഴാക്കി കളഞ്ഞുകൂടാ. ഒരു പൂവല്ല, 1000 പൂവുകൾ വിടർന്നു നിൽക്കുന്ന ഒരു ഉദ്യാനമായിരിക്കട്ടെ നമ്മുടെ ജീവിതം. ആ ഉദ്യാനത്തെ കാത്തു നിൽക്കുകയാണ് സർവ്വതും, ഈ പ്രപഞ്ചമാകെ. ആത്മബന്ധു, ഇന്നൊരു നല്ല ദിവസമായിരിക്കട്ടെ.